സക്സസ് ഫയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. ഒരു റിവിഷൻ ക്ലാസ് ആണ്. അതുപോലെ ഓരോ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിന്റെ കർത്താവ്. പുസ്തകത്തിന്റെ പേര് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ. പുസ്തകം ആരുടേതാണ്? R.C. ദത്ത്. R.C. ദത്ത്. പുസ്തകത്തിന്റെ പേര് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസ് ആണ്. സ്വിറ്റ്സർലൻഡില് ദാവോസ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി. ദാവോസ്. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ആര്? ചാണക്യനാണ്. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യൻ. ദാദാഭായ് നവറോജി മുന്നോട്ട് വെച്ച പ്രധാന സിദ്ധാന്തം ഏത്? ദാദാഭായ് നവറോജി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. അപ്പൊ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഗാന്ധിജി. 90-ാം ആണ്ട് സമരത്തിന്റെ മറ്റൊരു പേരെന്താണ്? 90-ാം ആണ്ട് സമരം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഊരൂട്ടമ്പലം ലഹളയാണ്. 90-ാം ആണ്ട് സമരം എന്നും അറിയപ്പെടുന്നത്. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആര്? റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് റൈറ്റ് ആണ്. കേരളത്തിൽ AKG ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഏത് വർഷമാണ്? 1958 1958 തൃശ്ശൂരിലാണ് കേരളത്തിലെ AKG ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിച്ചത്. ദേശീയ നിയമ ദിനമായിട്ട് ഭാരതത്തിൽ ആചരിക്കുന്നത് എന്ന്? ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? നവംബർ 26 നവംബർ 26 ദേശീയ നിയമ ദിനമായിട്ട് ഭാരതത്തിൽ ആചരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങള് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24 1950 ജനുവരി 24. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എത്ര അംഗങ്ങളാണ്? 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. 284 അംഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായിട്ട് വിശേഷിപ്പിക്കുന്നത്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നുമാണ്? അമേരിക്കയിൽ നിന്നുമാണ്. അമേരിക്ക. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആര്? ആമുഖത്തില് സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആമുഖത്തില് സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം,
പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. ആനമല വന്യജീവി സങ്കേതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് കമന്റ് ചെയ്യുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പെൻലാൻഡൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? പെൻലാൻഡൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? നിക്കലാണ്. നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ് എന്നത്. നിക്കൽ. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മ അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്. പ്ലാസ്മ അവസ്ഥ. ഉപാധികൾക്ക് വിധേയമായി പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ഉപാധികൾക്ക് വിധേയമായിട്ട് പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 2ാമത്തെ അനുച്ഛേദമാണ്. 2ാം അനുച്ഛേദം. ഇനി നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ അനുച്ഛേദം ഏത്? നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിൽ അനുച്ഛേദം ഏതാണ്? 3ാമത്തെ അനുച്ഛേദമാണ്. അനുച്ഛേദം 3. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം 1927 ആണ്. 1927. രാജ്യസഭ അറിയപ്പെടുന്ന മറ്റൊരു പേര് രാജ്യസഭ, ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ലോകസഭ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ലോകസഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഉപരിസഭയായ രാജ്യസഭയാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകൾ. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു? സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയുന്നു. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്താണ് സംഭവിക്കുന്നത്? പ്രതലബലം കുറയുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം ഏതാണ്? കളിമണ്ണ് നിക്ഷേപം കേരളത്തിലെ ഏറ്റവും അധികമുള്ളത് കുണ്ടറയാണ്. കുണ്ടറ ഏത് ജില്ലയിലാണ് വരുന്നത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തിലെ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമായിട്ട് ഉള്ളത്. ഛത്തീസ്ഗഡിലെ പ്രധാന വെള്ളച്ചാട്ടമായ ചിത്രാകോട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചിത്രാകോട്ട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡില്. ഏത് നദിയിലാണ്? ഇന്ദ്രാവതി നദിയിലാണ്. ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതി നദിയിലാണ് ചിത്രാകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ലോകബാങ്കിന്റെ ആപ്തവാക്യം എന്താണ്? ലോകബാങ്കിന്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നതാണ്. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നതാണ് ലോകബാങ്കിന്റെ ആപ്തവാക്യം. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന നദി ഏതാണ്? ഗഗ്ഗർ നദിയാണ്. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്നത് ഗഗ്ഗർ നദിയാണ്. ഇന്ത്യയിലെ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എവിടെയാണ്? ഹരപ്പയില്. ആരാണ്? ദയാറാം സാഹ്നിയാണ് ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയത് നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം. ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ.
വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? 25 സെന്റിമീറ്റർ ആയിരിക്കണം. 25 സെന്റിമീറ്റർ. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണ്? ഭാരം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏത്? പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലമാണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏത്? ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി കോസി നദിയാണ്. കോസി നദിയാണ് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ സിങ്ക് ആണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത്? പത്തനംതിട്ട ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല. കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ്? 1957 കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. 1957. ഒരു ഉരുക്കു സൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ അതിനെ സാവധാനം തണുപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് എന്താണ്? ഒരു ഉരുക്കു സൂചി ചുട്ടുപഴുപ്പിക്കുന്ന ശേഷം അതിന് വായുവില് സാവധാനം തണുപ്പിക്കുന്നു രീതി ഏതാ? അനീലിംഗ് ആണ്. അനീലിംഗ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇരുമ്പാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ഇരുമ്പ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ. ജൈവ മണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ. SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടന ഏത്? SNDPയുടെ മുൻഗാമി ഏതാണ്? വാവൂട്ട് യോഗമാണ്. വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം ഏത്? സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത് ഏത് ദിവസമാണ്? ജൂലൈ 4. ജൂലൈ 4. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ഏത്? അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്നു ശിരുവാണി നദി. ശിരുവാണി നദി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? BR അംബേദ്കർ ആണ്. സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കാരണം? സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായത് കൊണ്ടാണ്. ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ആയതുകൊണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി R. ശങ്കർ ആണ്. R. ശങ്കർ. R. ശങ്കർ ആരംഭിച്ച പത്രം ഏതാണ്? ദിനമണിയാണ്. ദിനമണി. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. PJ ആന്റണി. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളും കാറ്റുകളും ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് കണ്ടെത്തിയ നിയമം ഏതാണ്? ഫെറൽ നിയമമാണ്.
ഫെറൽ നിയമം. വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം. വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? മിതവാദി പത്രത്തിലാണ് വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. മിതവാദി പത്രം. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം ഏതാണ്? പശ്ചിമഘട്ടം ലോക പൈതൃക കേന്ദ്രത്തിൽ പെടുന്നതാണ്. യുനെസ്കോ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് തെരഞ്ഞെടുത്തത് ഏത് വർഷമാണ്? 2012. 2012. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഏത് റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്? കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര്? ആത്മീയ പിൻഗാമി വിനോബ ഭവെ. വിനോബ ഭവെ. നോബൽ സമ്മാനം നിലവിൽ വന്ന വർഷം. നോബൽ സമ്മാനം നിലവിൽ വന്നത് 1901. 1901 നോബൽ സമ്മാനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിത ആര്? സുജേത കൃപലാനിയാണ്. ഇന്ത്യയിലെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത സുജേത കൃപലാനി. ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കാൻ ഏകദേശം എത്ര വർഷം എടുക്കുന്നു? ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കാൻ ഏകദേശം എത്ര വർഷമാണ് എടുക്കുന്നത്? ഏകദേശം 26,000 വർഷം എടുക്കുന്നു. 26,000 വർഷം. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്ടിലാണ്. 1997. നീതി ആയോഗിന്റെ സിഇഒ. നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധു ശ്രീ ഗുള്ളർ. സിന്ധു ശ്രീ ഗുള്ളർ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആര് എന്ന് കമന്റ് ചെയ്യുക. നിലവിലെ സിഇഒ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആര്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ അമർത്യ സെൻ ആണ്. അമർത്യ സെൻ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏത്? ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കിയാണ്. ഇടുക്കി ഡാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത്? ഏറ്റവും ചെറുത് പൂക്കോട്ട് തടാകമാണ്. വയനാട് സ്ഥിതി ചെയ്യുന്ന പൂക്കോട്ട് തടാകം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. ഏത് ജില്ല? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം. തുളസിദാസ്, കബീർദാസ്, മീരാബായ് എന്നിവരുടെ ഭക്തിഗാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്ന അസമിലെ നൃത്ത സംഗീത രൂപം എവിടത്തെയാണ്? അസമിലെ. തുളസിദാസ്, കബീർദാസ്, മീരാബായ് എന്നിവരുടെ ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്ന അസമിലെ നൃത്ത സംഗീത രൂപമാണ് സാത്രിയ. സാത്രിയ. ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് നൽകുന്നത്? ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത് മികച്ച കായിക പരിശീലകർക്കാണ്. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യൻ ഗവർണറായ ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യൻ ഗവർണറായ ആദ്യത്തെ മലയാളി VP മേനോനാണ്. VP മേനോൻ. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്നത് 27 ദിവസങ്ങളാണ്. 27 ദിവസങ്ങൾ. ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു ആണ്. കുളു.
ഇടിയെക്കുറിച്ചുള്ള പഠനമാണ് ബ്രോൻഡോളജി എന്നത് ഇടിയെക്കുറിച്ചുള്ള പഠനമാണ്. മിന്നലിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പഠനമാണ് ഫുൾമിനോളജി എന്നത് മിന്നലിനെ കുറിച്ചുള്ള പഠനമാണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായത് ഭൂഗുരുത്വാകർഷണ ബലമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതെന്നാണ് പഠിച്ചത്? ന്യൂക്ലിയർ ബലം എന്നാണ്. അപ്പൊ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത്? ചന്ദ്രനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ചന്ദ്രനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ്? സിലിക്കൺ ആണ്. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക്. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. പഞ്ചാബി ഭാഷയുടെ ലിപി ഏതാണ്? ഗുരുമുഖി ലിപിയാണ്. ഗുരുമുഖി ലിപി ഏത് ഭാഷയുടെ ലിപിയാണ്? പഞ്ചാബി ഭാഷയുടെ ലിപിയാണ് ഗുരുമുഖി ലിപി. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? മരുഭൂമിയുടെ സൃഷ്ടാവ് വാണിജ്യവാദം. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ഏത്? ആദ്യമായിട്ട് എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആസാമിലാണ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ജമ്മു കാശ്മീർ വിഭജന ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര്? അമിത് ഷാ. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ഏത് ദിനമായാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? ഡിസംബർ 23 കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. അവസാനത്തെ ചോദ്യം, കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? കുലീനവാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 18. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.